വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന് പറയുന്ന ട്രംപിൻ്റെ ഒരു DeFi അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു ഫൗണ്ടേഷൻ്റെ ഒരു കോയിൻ വന്നിട്ടുണ്ട്. WLFI എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ പ്രീസെയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രീസെയിലിന് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു മെറ്റാമാസ്ക് വാലറ്റ് മാത്രം മതി, അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് ആയാലും മതി. എതീറിയം വാലറ്റാണ് വേണ്ടത്. അപ്പോൾ എതീറിയം ഡീസെൻട്രലൈസ്ഡ് വാലറ്റാണ് വേണ്ടത്. അപ്പോൾ അതിൽ പ്രീസെയിലിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ $0.05 പെർ ടോക്കണ് നിങ്ങൾക്ക് ഈ ഒരു WLFI ടോക്കൺ വാങ്ങിക്കാൻ പറ്റും. ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ എന്ന് വെച്ചാൽ 100 ബില്യൺ ആയിരിക്കും. ഇപ്പോൾ അതിൻ്റെ എത്രയോ പെർസെൻറ്റേജാണ് ഇപ്പോൾ പ്രീസെയിൽ നടക്കുന്നത്. കംപ്ലീറ്റ് പ്രീസെയിലിൽ വന്നില്ല. അപ്പോൾ ഒരു അഡീഷണൽ 5% ഓഫ് ടോട്ടൽ സപ്ലൈയും കൂടിയും ഇന്ന് രാവിലെ പ്രീസെയിലിന് അവർ വച്ചിട്ടുണ്ട്. കൂടുതൽ ഡിമാൻഡ് വന്നുകൊണ്ട് ഇന്ന് രാവിലെ ഒരു അഡീഷണൽ 5% സപ്ലൈയും കൂടിയും പ്രീസെയിലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ റിസ്കിൽ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തം റിസർച്ച് ചെയ്തിട്ട് ചെയ്യുക. കാരണം പക്ഷേ ഇത് ഞാൻ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് ട്രംപ് ഒഫീഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണിത്. ഇത് ട്രംപിൻ്റെ തന്നെയാണ്. അപ്പോൾ ട്രംപ് ബാക്കപ്പ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ ഭാവിയിൽ അമേരിക്കയിൽ എന്ത് ക്രിപ്റ്റോയുടെ എന്ത് സംഭവങ്ങൾ എന്ത് നല്ലത് നടന്നാലും അതിന് കാരണം ഈ ഒരു വേൾഡ് ലിബർട്ടി ഫിനാൻസ് ആയിരിക്കും. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു വഴിയിൽ എന്തെങ്കിലും ഒരു എന്താ പറയണത് എന്തെങ്കിലും ഒരു സൈഡായിട്ട് ഈ ഒരു WLFI എന്ന് പറഞ്ഞൊരു ടോക്കണിൻ്റെ യൂട്ടിലിറ്റി എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും യൂട്ടിലിറ്റി ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ KYC ചെയ്യണം. അവരുടെ KYC ചെയ്യണം. പിന്നെ ലൈവ്ലിനെസ് ചെക്ക് ഉണ്ട്. ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടോക്കൺ എന്ന് നമുക്ക് അൺലോക്ക് ആവുമെന്ന് അറിയാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റിലായിട്ട് വരും, പക്ഷേ നമുക്ക് ട്രേഡബിൾ ആയിരിക്കില്ല. നമുക്ക് 1 ഇയറിലേക്ക് അങ്ങാണ്ട് ലോക്ക്ഡ് ആയിരിക്കും. 1 ഇയർ എന്നാണ് മിനിമം 1 ഇയറാണ്. 1 ഇയറിലായിട്ട് ഒരു ലോക്ക്ഡ് ആയിരിക്കും. അതൊക്കെ ഈ പ്രീസെയിൽ കഴിഞ്ഞിട്ടാണ് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ലോങ് ടൈമിലായിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു ടോക്കൺ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കംപ്ലീറ്റ്ലി എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അപ്പോൾ ഇതെങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എക്സ്പ്ലോർ ടെക്, ക്രിപ്റ്റോ ആൻഡ് ബിയോണ്ട് വിത്ത് SNK. അപ്പോൾ ആദ്യം തന്നെ ഇതാണ് അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജ്. അപ്പോൾ ഇത് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ worldlibertyfinancial.com ആണ് അവരുടെ ഒഫീഷ്യൽ സൈറ്റ്. വേറൊരു സൈറ്റിലും പോയിട്ട് നിങ്ങൾ വാലറ്റ് ഒന്ന് കണക്ട് ചെയ്യരുത്. ഇതാണ് ഒഫീഷ്യൽ സൈറ്റ്. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റോ മെറ്റാമാസ്കോ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ട്രസ്റ്റ് വാലറ്റാണ്. മെറ്റാമാസ്ക് ആണെങ്കിലും സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ ട്രസ്റ്റ് വാലറ്റ് എടുക്കുക. ആ ട്രസ്റ്റ് വാലറ്റ് എടുത്ത് കഴിയുമ്പോൾ ഇതിൽ എതീറിയം നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് റിസീവ് എതീറിയം അടിക്കുക. എതീറിയം അടിച്ചിട്ട് ഇവിടെ കോപ്പി അടിക്കുക. കോപ്പി ചെയ്യുമ്പോൾ നമ്മുടെ അഡ്രസ്സ് വരും. ആ അഡ്രസ്സിലായിട്ട് നമ്മൾ എതീറിയം ഡെപ്പോസിറ്റ് ചെയ്യണം. എതീറിയം ഡെപ്പോസിറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ബൈനാൻസ് പോലത്തെ എക്സ്ചേഞ്ചിൽ നിന്ന് നിങ്ങൾക്ക് എതീറിയം പർച്ചേസ് ചെയ്യാം. ബൈനാൻസ് അല്ല, ഏത് എക്സ്ചേഞ്ചിൽ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു റിസീവ് അഡ്രസ്സിലായിട്ട് അയക്കണം. ഓക്കെ, അപ്പോൾ ബൈനാൻസാണ് ഞാൻ എക്സാമ്പിൾ കാണിക്കുന്നത്. അപ്പോൾ ബൈനാൻസിൽ നിങ്ങൾ എതീറിയം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ബൈനാൻസിൽ നിങ്ങൾക്ക് എതീറിയം ഇങ്ങനെ P2P വഴി USDT പർച്ചേസ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ബൈ അടിച്ചിട്ട് എതീറിയം പർച്ചേസ് ചെയ്യാവുന്നതാണ്. എതീറിയം പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ അസറ്റ്സിൽ പോയിട്ട് വിഡ്രോ അടിക്കുക. വിഡ്രോ അടിച്ചിട്ട് എതീറിയം കൊടുക്കുക. എതീറിയം കൊടുത്തിട്ട് സെൻഡ് വിയ ക്രിപ്റ്റോ നെറ്റ്വർക്ക് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നെറ്റ്വർക്കിൽ എതീറിയം കൊടുക്കുക. $5 ഫീസ് തന്നെ. എന്നിട്ട് ഇവിടെ ഈ അഡ്രസ്സിൻ്റെ ഇവിടെ ഇത് പേസ്റ്റ് ചെയ്യുക. നമ്മളിപ്പോൾ കോപ്പി ചെയ്ത അഡ്രസ്സ് ഉണ്ടല്ലോ, അത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അഡ്രസ്സ് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ മാക്സ് കൊടുക്കുക. മിനിമം എമൗണ്ട് ഉണ്ട് 0.0029 ഇതുണ്ടെങ്കിൽ മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എതീറിയത്തിൻ്റെ ട്രാൻസാക്ഷൻ ഫീസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം $32 ട്രാൻസാക്ഷൻ ഫീസ് മാത്രം ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു $5 ഫീസും പോകും. അപ്പോൾ 32 എന്ന് വെച്ചാൽ ഒരു $40 നിങ്ങൾ എക്സ്ട്രാ കരുതിയാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ $40 ഫീസ് വരും. ആ ഫീസ് നിങ്ങൾ കണക്കാക്കിയിട്ട് അതിനനുസരിച്ചുള്ള എതീറിയാണ് പർച്ചേസ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിൽ മാക്സ് അടിച്ചിട്ട് വിഡ്രോ അടിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ എതീറിയൊന്നുമില്ല. വിഡ്രോ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇപ്പറേ ട്രസ്റ്റ് വാലറ്റിൻ്റെ ഉള്ളിൽ എതീറിയം വരും. ഇപ്പോൾ ഈ എതീറിയം എന്ന് വെച്ചാൽ ഞാൻ പർച്ചേസ് ചെയ്തതിന് ശേഷമുള്ള ബാക്കിയുള്ള എതീറിയാണ്. ഇനി ഇവിടെ നമ്മൾ പോയി കഴിയുമ്പോൾ ഇനി നമുക്ക് ഈ ഡിസ്കവർ എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബ്രൗസർ വരും.
അപ്പോൾ നിങ്ങൾ മെറ്റമാസ്ക് ആണ് യൂസ് ചെയ്യണമെങ്കിൽ അതിലും ബ്രൗസർ ഉണ്ട്, ആ ബ്രൗസറിൽ പോവാം. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് നമ്മൾ പോകേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലിൻ്റെ സൈറ്റിലാണ് നമ്മൾ പോകേണ്ടത്. അതിൻ്റെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ട്രസ്റ്റിലായിട്ട് വരാം. ട്രസ്റ്റിൽ വന്നിട്ട് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് CWLFI ടോക്കൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഐ ലീവ് ഔട്ട്സൈഡ് ദ US എന്ന് കൊടുക്കുക. നമ്മൾ US-ൻ്റെ ഔട്ട്സൈഡാണ്, അപ്പോൾ അത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നമ്മൾ വെരിഫിക്കേഷനൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറയും. ആധാറോ പാനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ സെക്കൻഡ് എന്ന് വെച്ചാൽ ലൈവ്ലിനെസ് ചെക്കാണ്. നമ്മുടെ സെൽഫി ക്യാമറ വെച്ചിട്ട് നമ്മുടെ ഫേസൊക്കെ റൊട്ടേറ്റ് ചെയ്തിട്ട് ലൈവ്ലിനെസ് ചെക്ക് ചെയ്യാൻ പറയും. അത് ചെക്ക് ചെയ്യാം. ഇത് രണ്ടും കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് മുകളിൽ വാലറ്റ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ മുകളിൽ ഈ 0x ഇവിടെ കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യാൻ വാലറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റ് എന്നുള്ള ഓപ്ഷൻ കാണില്ല, മെറ്റമാസ്ക് മാത്രമായിരിക്കും കാണുള്ളൂ. അപ്പോൾ നിങ്ങളതിൽ വാലറ്റ് കണക്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അതിൽ ട്രസ്റ്റ് വാലറ്റ് കിട്ടും. എന്നിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വെരിഫിക്കേഷൻ തന്നെ. വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ലൈവ്ലിനെസ് ചെക്ക് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഇവിടെ മാക്സ് കൊടുത്തിട്ട് നമുക്ക് മാക്സ് കൊടുത്ത് കഴിയുമ്പോൾ ഇവിടെ $32.99 ഫീസാണ്. എന്ത് ഫീസാണ്? ഗ്യാസ് ഫീസാണ്. അപ്പോൾ അത് നോക്കുക, $32.99 ഗ്യാസ് ഫീസ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു $40-45 എന്തായാലും ഗ്യാസ് ഫീസായിട്ട് വരും. എന്നിട്ട് ഇവിടെ ബൈ നൗ അടിക്കുക, അപ്രൂവ് അടിക്കുക, എത്രേ ഉള്ളൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് എഴുതി വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ്, നോൺ ട്രാൻസ്ഫറബിൾ ആണ്, സെല്ല് ചെയ്യാൻ പറ്റില്ല. ഒരു 12 മാസത്തേക്ക് എന്തായാലും സെല്ല് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എഴുതി വെച്ചേക്കണെയാണ് ഓൾ WLFI വിൽ ബി നോൺ ട്രാൻസ്ഫറബിൾ ആൻഡ് ലോക്ക്ഡ് ഇൻഡെഫിനിറ്റ്ലി ഇൻ എ വാലറ്റ് ഓർ സ്മാർട്ട് കോൺട്രാക്റ്റ്. അപ്പോൾ സ്മാർട്ട് കോൺട്രാക്റ്റിൽ ലോക്ക്ഡ് ആയിരിക്കും. അപ്പോൾ യു ഷുഡ് തിങ്ക് ഓഫ് യുവർ പർച്ചേസ് ഓഫ് ടോക്കൺസ് ലൈക്ക് അതർ നോൺ refundable purchases of goods and services and accept the risk that once you have paid the purchase price, your interest in the token may decline and you have no expectation of resale of the token. Any purported transfer in violations of transfer restrictions will be null and void by the company, and the company reserves the right to take action against any purported transfers. If transferability of WLFI is sought to be unlocked in future, കണ്ടോ, sought to be unlocked in future. അപ്പോൾ ഭാവിയിൽ ഈ WLFI എന്ന് പറഞ്ഞ ടോക്കൺ അവർ അൺലോക്ക് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യാനും സെയിൽ ചെയ്യാനൊക്കെ അൺലോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ അതായത് മാർക്കറ്റിൽ വരുവാണ്. ഇപ്പോൾ മാർക്കറ്റിൽ എന്തെങ്കിലും വരുത്താൻ അവർ ഉദ്ദേശിച്ചുള്ള ഒരു ഈ ടോക്കണിൻ്റെ ലോഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭാവിയിൽ അവർ ആ ഒരു ടോക്കൺ അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ ത്രൂ പ്രോട്ടോകോൾ ഗവർണൻസ് പ്രൊസീജിയേഴ്സ് സച്ച് unlock would only be permitted if determined not to contravene applicable law, which in any case would be more than 12 months after the completion of the token sale. ടോക്കൺ സെയിലിൻ്റെ കംപ്ലീഷൻ, അതായത് ടോക്കൺ സെയിൽ കഴിഞ്ഞതിന് ശേഷം 12 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എന്തായാലും ഉണ്ടാവുള്ളൂ. ഉണ്ടെങ്കിൽ തന്നെ എന്നാണ് അവർ പറഞ്ഞത്. യു ഷുഡ് അസ്യൂം ദാറ്റ് ദ ടോക്കൺസ് ആർ നോൺ ട്രാൻസ്ഫറബിൾ ഇൻഡെഫിനിറ്റ്ലി. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ചെയ്യാനോ സെല് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു ടോക്കണായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ആസ് ദ ടോക്കൺസ് ആർ നോൺ ട്രാൻസ്ഫറബിൾ, ദ കമ്പനി ഹാസ് നോട്ട് ടേക്കൺ എനി ആക്ഷൻ ടു ആൻഡ് ഹാസ് നോ പ്ലാൻ ടു ക്രിയേറ്റ് എ സെക്കൻഡറി മാർക്കറ്റ് ഫോർ ദ ടോക്കൺസ്. സെക്കൻഡറി മാർക്കറ്റിന് വേണ്ടിയിട്ട് അവർ കമ്പനി ഒരു ആക്ഷൻസും ഇതുവരെ എടുത്തിട്ടില്ല, അത് നോൺ ട്രാൻസ്ഫറബിൾ ആയിട്ട് വെച്ചേക്കണമുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ WLFIയുടെ അടുത്തൊരു സംഭവമാണ് നമ്മൾ നോക്കണേ. ദ WLFI ടോക്കൺ ആൻഡ് WLF governance platform are distinct from WLF protocol. The token does not provide any economic or other rights with respect to WLF or WLF protocol or otherwise. As a result, you will not have any rights to any fees generated by the WLF protocol or earned by the company. You should not purchase the tokens with an expectation of tokens increasing or
not decreasing in value as a result of any future functionality or the success or the failure of the WLF protocol. You are not required to be a token holder to use WLF protocol, but only token holders can participate in WLF ഗവർണൻസ് പ്ലാറ്റ്ഫോം. അപ്പോൾ WLFൻ്റെ ഗവർണൻസ് പ്ലാറ്റ്ഫോമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ WLF ഹോൾഡർ ആവണം. യൂസ് ഓഫ് WLF പ്രോട്ടോകോൾ ഈസ് subject to terms of use of the WLF protocol and include other disclosures relevant to users of the WLF protocols. The tokens are not intended to be a digital currency, security, a derivative, transferable crypto asset or any other kind of financial instrument, but you should be aware that the application of legacy, financial and other regulation to new technology like the tokens is uncertain and carries risk. The tokens cannot be transferred or sold in exchange for money or other assets, including crypto assets, and cannot be used to acquire ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം എനി പാർട്ടി. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കേസ് വെച്ച് നോക്കിക്കഴിയുമ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു കേസ് വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഈ ഒരു ടോക്കൺ സെല്ല് ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ ഒന്നിനും പറ്റില്ല. പക്ഷേ ഭാവിയിൽ അവർ ചിലപ്പോൾ എന്താണ് പറയുന്നത്, ചിലപ്പോൾ ഇത് സെക്കൻഡറി മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് അൺലോക്ക് ചെയ്തേക്കാം എന്നാണ് പറയുന്നത്. സെല്ല് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും ഒരു ഗുഡ്സും വാങ്ങിക്കാനും പറ്റാത്ത ഒരു ഡിജിറ്റൽ കറൻസി പോലും അല്ലാത്ത ഈ ഒരു സാധനം ഇപ്പോൾ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് ട്രംപ് ബാക്കപ്പ് ചെയ്യാനാണ്. ട്രംപ് തന്നെ റീട്വീറ്റ് ചെയ്തതാണ് ഇതിൻ്റെ പ്രീസെയിലൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ വാലറ്റിൽ ഇങ്ങനെ കിടക്കുകയുള്ളൂ. അത് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അൺലോക്ക് ചെയ്യുമെന്ന് ഇൻഡെഫിനിറ്റായിട്ട് ചിലപ്പോൾ ലോക്കും ചെയ്തേക്കാം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഡൊണാൾഡ് ട്രംപിൻ്റെയും എറിക് ട്രംപിൻ്റെയൊക്കെ റീട്വീറ്റ് ചെയ്ത് തന്നെ കാണാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഒന്നും ഇല്ലാണ്ട് ഇങ്ങനൊരു ടോക്കൺ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. ഗവർണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു WLFI ടോക്കൺ ഉണ്ടെങ്കിൽ ഗവർണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വഴി നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും റിവാർഡൊക്കെ കിട്ടിയേക്കാം. ഇതൊന്നും അറിയാൻ പാടില്ല. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും വന്നില്ല. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം വലിയൊരു കോയിനാണ്. അപ്പോൾ ഇത് ഒഫീഷ്യൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കോയിനാണ്. അപ്പോൾ അമേരിക്കയുടെ ട്രംപിൻ്റെ ട്രംപ് ബാക്കപ്പ് ചെയ്യുന്ന ഒരു കോയിനാണ്. ഇപ്പോൾ ട്രംപിൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ട്രംപിൻ്റെ 60th പ്രസിഡൻഷ്യൽ ഇനോഗ്രേഷൻ സെറിമണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രംപിൻ്റെ തന്നെ മെമേ ടോക്കൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല പമ്പായിരുന്നു. പിന്നെ എറിക് ട്രംപ് ഇട്ടാണ് വേൾഡ് ലിബർട്ടി വിൽ റെവല്യൂഷനൈസ് DeFi ഓർ C5 ആൻഡ് വിൽ ബി ദ ഫ്യൂച്ചർ ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിലെന്തോ ഒരു ഇതുണ്ടാവും, ആ ഒരു ടോക്കണിന് എന്തെങ്കിലും ഒരു യൂട്ടിലിറ്റി ഉണ്ടാവും ഭാവിയിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി എൻ്റെ ഒരു ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാണ്ടിരിക്കുകയോ ചെയ്യാം. ഭാവിയിൽ സെല്ല് ചെയ്യാൻ പറ്റാണ്ടിരുന്നേക്കാം. അപ്പോൾ സെല്ല് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ആരും ഇപ്പോൾ മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു ലോങ് ടേം ഹോൾഡിലേക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലെ കൊണ്ട് നിർത്താം. അപ്പോൾ പുതിയ ദിവസം തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.